അല്ല, നമ്മളിന്ന് ഫിൻലൻഡിലെ കാട്ടിലെ സ്വർണം പിടിക്കാൻ വേണ്ടി വന്നേക്കുക. സ്വർണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണതാ, ഇത് കണ്ടല്ലോ, ഇതാണ് ഫിൻലൻഡ് കാട്ടിലെ സ്വർണം. ക്യാന്ത്രല്ലി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മഷ്റൂംസ് ആണ്. ഇവിടെ നമ്മൾ ഇതിനൊക്കെയുള്ള പുല്ല് ഒക്കെ മാറ്റി നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരുപാടും ഇതിൻ്റെ അടിയിലൊക്കെ കിളിച്ച് നിൽക്കണം, കാണാൻ പറ്റാത്തതാണ്. അതുണ്ടോ, അതുകൊണ്ട് ഇതാണ് സാധനം. തിരിച്ചറിയാൻ എളുപ്പ വഴിയായതുണ്ടോ, ഇതിൻ്റെ അടിയിൽ ഓരോ ഇതുപോലെ വര 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 കണക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു കളറ്, ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. കൂടുതലായിട്ടും കിട്ടുന്നത് ഈ യെല്ലോയാണ്. ഇത് കണ്ടതാ, നല്ല സൈസ് ക്യാമറല്ല, ചെറുതൊക്കെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ. പിന്നെ വേണ്ടതാ, ഈ പുല്ലിന് അടിയിലായിട്ടിരിക്കുന്നുണ്ടതാ. കണ്ടോ, ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ആ പുല്ല് മാറ്റിയപ്പോൾ എന്താ ഇതൊക്കെ കണ്ടെത്താൻ കുറച്ച് പാടാണ്. ഇത് പിടിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു 5-6 അല്ലെങ്കിൽ ഒരുപാട് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും നമുക്കത്. അതുകൊണ്ട് ഒരു കൂട്ടം വലിയ മഷ്റൂംസ്. ഇതുപോലെ കണ്ടതാ, ഇങ്ങനെയുള്ള മരത്തിൻ്റെ ഇടയ്ക്കെന്നൊക്കെ വെച്ചാൽ ഈ കുറച്ചുകൂടെ പൊങ്ങി നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്രയും ഇതിനകത്തുള്ള ചവറുകൾ കഴുക്കളൊന്നും കയറത്തില്ല. പിന്നെ ഇത് വൃത്തിയാക്കാൻ കുറച്ച് പാടായിരിക്കും ഇങ്ങനെയുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഏരിയയിൽ, ഈ ഒരുപാട് ചവറില്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ കുറച്ച് എളുപ്പത്തിലുള്ളത് കിട്ടും. എന്ന് വെച്ചാൽ ഇത്രയും ഒരു പൊടിയും കാര്യങ്ങളൊന്നും കാണില്ല. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരുപാട് മഷ്റൂം കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടോതാ, ഇത് നല്ല റെഡിഷ് കളറായിട്ടുള്ളൊരു മഷ്റൂമായിരുന്നു. പക്ഷേ ഇത് മഴ പെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു കളറായതാണ്. ഇത് പോയിസണസ് ആണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരുപാട് പിടിച്ച് നിൽപ്പുണ്ട് ഇവിടെ എല്ലാം. അതുകൊണ്ട് ഈ പൊട്ടായിട്ട് നിൽക്കുന്ന മൊത്തം ക്യാന്ത്രല്ലിയാണ്. ഇതെല്ലാം ജസ്റ്റ് പിടിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ കുഞ്ഞായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആ ചെറിയ ഇത് കണ്ടല്ലേ, ഇതെല്ലാം ക്യാന്ത്രല്ല. ഇതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ. കറക്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കണ്ടതാ, ഇവരെല്ലാം വളർന്നിട്ട് വേണം നമുക്ക് പറയാൻ. കണ്ടതാ വലിയ ക്യാന്ത്രലിലേക്ക് നിൽപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു, അതിനകത്തെല്ലാം വെള്ളം കയറി ഒരു വല്ലാത്തൊരു പൊസിഷനിലായിട്ടുണ്ട്. നമ്മളത് പറിക്കുന്നില്ല, കാര്യം വെച്ചാൽ അത് പിച്ചേട്ടന് വലിയ ഉപകാരമില്ല. മൊത്തം വെള്ളം കയറി ചിലപ്പോൾ കറക്റ്റ് ടേസ്റ്റ് കാണില്ല. അതോടൊപ്പം തന്നെ വേണ്ടതാ, ഇത് കണ്ടോ, ഇതാണ് പോളുക്ക, ക്രാൻബെറി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതും ഇങ്ങനെയുള്ള ഒരുപാട് ബെറി ഐറ്റംസ് ഫിൻലാൻഡിലുണ്ട്. ക്രാൻബെറി തന്നെയാണോ ഇംഗ്ലീഷ് എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അതെല്ലാം ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് പോളുക്ക, അതാണ്ട് അത് കഴിഞ്ഞാൽ തൊട്ടടുത്തോട് വീണ്ടും അഴുകി നിൽക്കുന്നുണ്ടതാ. ഇതെല്ലാം ചീത്തയായി പോയതാ. ആണ്ടതാ, എല്ലാവരും ഒളിച്ചിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടുപിടിക്കണം നമ്മൾ ഇടയ്ക്ക്. നാണ്ട് ഒരുപാട് വലുതായിട്ടില്ല, എന്നാലും നമുക്ക് പിച്ചാന്നൊരു മീഡിയം സൈസ് ഉണ്ട്. ഇവിടെ ഇവിടെ എല്ലാം ഇതിനിടയ്ക്ക് എല്ലാം നിൽപ്പുണ്ട്. അതുപോലെ അങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നൊരു പാടാണ് ഈ പുല്ലിനിടയ്ക്കുന്നൊക്കെ. നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറാണ്. ഈ ഒരു മഞ്ഞ കളറായിട്ട് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് കണ്ണിപ്പെടും. ചില സമയത്ത് നമ്മൾ ഇലകളൊക്കെ വീണ് കിടക്കുമ്പോൾ ഓടി ചെന്നില്ലും ക്യാന്ത്രല്ലയാണെന്നും പറഞ്ഞ് ചെന്ന് നോക്കുമ്പോഴേ കാണുന്നത് ക്യാന്ത്രല്ല, അല്ല ഇലയാണെന്ന്. നല്ല കളർഫുൾ സാധനം. പൊട്ടിയല്ലോ അത്. ഇതൊക്കെ കണ്ടതാ, ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണോ അല്ലയോ ഒന്നും അറിയാൻ പറ്റുന്ന മഷ്റൂമാണ്. വെച്ചാൽ ഈ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മഷ്റൂം പിടിക്കുന്നത്. ഇവിടെ ഫുള്ള് മഷ്റൂം പിടിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇത് മഴ കാരണം
ഇവയെല്ലാം ഒരു ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻസ് ഉണങ്ങിയെന്ന് വെച്ചാൽ അഴുകിയിട്ടുണ്ട് മരെല്ലാം. ഇവിടെ മൊത്തം പിടിച്ചിരിക്കുക. അതെ, ഈ കാണുന്ന എല്ലാ മഷ്റൂംസായി കാണുന്ന ഫുള്ള്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും എഡിബിളല്ല. വേണ്ടതേ മുമ്പിൽ ഒരാൾ മഷ്റൂം തപ്പിയുള്ള നടത്തിയാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാൻ വയ്യ. നടന്ന് ഞങ്ങൾ കുറേ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും നോക്കി പോയിക്കൊണ്ടിരിക്കുക. അതെന്താ അല്ല, വലിയ മഷ്റൂംസൊക്കെ നിൽപ്പുണ്ട്. ഈ കാട്ടിനകത്തൊരു ഗുഹ എന്താണെന്ന് അറിയാൻ വയ്യല്ലോ. അല്ല, അതിനടുത്തോട്ട് പോകുന്നില്ല. വേണ്ടത് ആ മഷ്റൂംസൊക്കെ കിളിച്ചിരിക്കുന്നത്. പക്ഷെ അത് പോയിസണസ് ആണ്, റെഡ് മഷ്റൂമാണ്. ആൾക്കാരൊക്കെ അതെ സൈക്ലിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ ഇതിലെ കൂടെ. അവിടെ പല ടൈപ്പ് സാധനങ്ങൾ. നമ്മളെ ഇന്നത്തെ മഷ്റൂം പിക്കിംഗ് ആണ്. നമുക്കൊരു അത്യാവശ്യം ഒരു കുറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ക്ലീൻ ചെയ്ത് ഇത്രയുണ്ട്. ഇനി ഇത്രയും ക്ലീൻ ചെയ്യാനുള്ളതാണ്. അല്ലതാ നമുക്കിവിടെ ഒരു ബ്രഷ് വാങ്ങാൻ കിട്ടും. ഇത് വെച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പൊതുവെ ഫിനിഷുകാരും അങ്ങനെ ഇത് കഴുകി ഉപയോഗിക്കാറില്ല. നമ്മളും അത് തന്നെയാണ് പിന്തുടരുന്നത്. കാര്യം വെച്ചാൽ ഓൾമോസ്റ്റ് ഈ ബാക്ക് സൈഡിലൊക്കെ പൊടി കാണും. ഇതെല്ലാം ഈ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ പതുക്കെ മഷ്റൂമിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കും. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ സൈഡും ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്ത് ഒരുവിധം പൊടിയും മണ്ണും എല്ലാം കളയും. ഇത് വാഷ് ചെയ്തും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പൊതുവെ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴും പലയിടത്തും ചോദിച്ചപ്പോഴും അങ്ങനെ വാഷ് ചെയ്ത് ഉപയോഗിക്കാറില്ല എന്നാണെന്ന് പറയുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കണോ അതോ അല്ലാതെ ഇങ്ങനെ ക്ലീൻ ചെയ്യണോ. ഇതിനകത്തൊരു നൈഫും വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ഇതിനൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളിത് കുറച്ച് ഉപയോഗിച്ചിട്ട് കുറെ ഫ്രോസൺ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. കാരണം വെച്ചാൽ പിന്നെ എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇത് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല. പറ്റുമെങ്കിൽ ഇതോടൊപ്പം തന്നെ പിന്നെ എപ്പോഴാ ടൈം അനുസരിച്ചൊരു ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ഇടാൻ നോക്കാം. ഉറപ്പ് പറയുന്നില്ല, എന്തായാലും നോക്കാം. ഇതാണ്ട ഇത് അപ്പം ഓക്കെ.